സർക്കാരിന് മറുപടി പറയാൻ കെ ആന്റണി നേരിട്ടിറങ്ങിയതെന്ന് വി.ഡി. സതീശനെതിരെ ആയുധമാക്കി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ആന്റണിയെ അവഹേളിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധിക്കണമായിരുന്നു. താൻ ആ സമയം സഭയിൽ ഉണ്ടായിരുന്നില്ലെന്നും ചെന്നിത്തലയുടെ മറുപടി. കെ ആന്റണി നീതിമാനായ മുഖ്യമന്ത്രിയാണ്. ക്രമസമാധാന പ്രശ്നമുണ്ടായപ്പോഴാണ് ശിവഗിരിയിൽ പോലീസ് ഇടപെട്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. കെ ആന്റണിയെ പോലെ നേതാവിനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. അല്ല, ഞാൻ ആ സമയത്ത് ഈ ചന്ദ്രശേഖരൻ പ്രസംഗം ഞാൻ സഭയിലില്ലായിരുന്നു, ഞാനതില്ലായിരുന്നു. നീതിപൂർവ്വം നിഷ്പക്ഷവുമായ നിലപാട് സ്വീകരിച്ച ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായിരുന്നു അത്. അദ്ദേഹത്തിനെതിരായി അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഇന്നലെ ശ്രീ കെ ആന്റണി 3 കാര്യങ്ങൾ പറഞ്ഞു. 1, ശിവഗിരിയിൽ നടന്ന സംഭവം. 2, മുത്തങ്ങയിൽ നടന്ന സംഭവം. അതോടൊപ്പം തന്നെ മാറാട് നടന്ന സംഭവം. ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചതുപോലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴുള്ള പോലീസിന്റെ ഇടപെടലാണ്. വാർത്താ സമ്മേളനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്ന് കെ ആന്റണി. റണ്ണിംഗ് കമന്ററിക്ക് താനില്ല. തെരഞ്ഞെടുപ്പിന് മുൻപും ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞേക്കാം. അതിൽ അപ്രിയ സത്യങ്ങൾ ഉണ്ടാകാമെന്നും ആന്റണി പറഞ്ഞു. ഇന്നലെ കെ നടത്തിയ വാർത്താ സമ്മേളനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടോ? ആരും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞില്ല. അങ്ങനെ സ്വയം തോന്നിയോ? റണ്ണിംഗ് കമന്ററിക്കാനില്ല. ഇന്നത്തെ അധ്യായം ക്ലോസ് ചെയ്തു. പക്ഷേ കോൺഗ്രസിൽ പുതിയ ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞു ഇറ്റ്സ് ക്ലോസ് ചാപ്റ്റർ. അതായത് പറയാനുള്ളത് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയും. അതും കൂടി ഉണ്ട്. ഇന്നലെ ഇല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വേണേ ഇനി ഉണ്ടാവും. ഏതായാലും ഇലക്ഷൻ മുമ്പുള്ള അവസാനത്തെ അല്ല, ചിലപ്പോൾ ഇനി ഉണ്ടാകാം. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ആത്മഹത്യക്ക് സാധ്യതയുണ്ടോ? അത് മറ്റു വിഷയങ്ങളുണ്ടാകാം. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. വസ്തുനിഷ്ഠമായി മാത്രം സംസാരിക്കുന്നയാളാണ് കെ ആന്റണിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരള സമൂഹത്തിന് അതറിയാം. ആന്റണിയെ കൊണ്ട് മറുപടി പറയിക്കുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. സമീപകാല വിഷയങ്ങളിൽ മറുപടി ഇല്ലാത്തതുകൊണ്ട് പഴമ ചികഞ്ഞു പോവുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കെ ആന്റണി സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയല്ലേ? വസ്തുനിഷ്ഠമായിട്ട് മാത്രമല്ലേ അദ്ദേഹം ഇനി പാർലമെന്റിലോ നിയമസഭയിലോ രാഷ്ട്രീയ വേദികളിലോ സംസാരിക്കുമ്പം ആർക്കെങ്കിലും ഖണ്ഡിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ? അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഒരിക്കലും മുഖ്യമന്ത്രി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. ഈ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ, അതിനുത്തരം പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് പഴമ ചെകഞ്ഞ് അദ്ദേഹം വഷളാവുകയാണ് ചെയ്തിട്ടുള്ളത്. KR സാജു ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സാജു, 10 വർഷത്തിന് ശേഷമാണ് കെ ആന്റണി ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന പോലീസ് അതിക്രമ വാർത്ത അത് വളരെ വലിയ രീതിയിൽ സഭയിൽ ചർച്ചയാകുന്നതിനിടെ പഴയ കാര്യങ്ങൾ സ്വാഭാവികമായും ഭരണപക്ഷം രംഗത്ത് എത്തിക്കുന്നു. അത് ആന്റണി തന്നെ അതിന് മറുപടി പറയാൻ രംഗത്ത് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് MLA-മാർ ഒരാൾ പോലും അതിന് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ പ്രതിരോധിച്ചില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് കോൺഗ്രസിൽ മറ്റൊരു തലത്തിലേക്ക് ചർച്ചയാവുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ നേതാക്കളുടെ പ്രതികരണം കൊണ്ട്. ജീന, ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തിയതായിരുന്നു കെ ആന്റണിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിച്ചത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷമുള്ള കാലയളവിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ദീർഘമായ പ്രതികരണമാണ് ഇന്നലെ നടത്തിയത്. എല്ലാ കാര്യത്തിലെ പോലെ കോൺഗ്രസിൽ ഇതിലും 2 അഭിപ്രായമുണ്ട് എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിൽ അങ്ങനെ തന്നെയാണ് കുറച്ചു കാലമായി രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലും കെ ആന്റണി വാർത്താ സമ്മേളനം നടത്തിയതിലല്ല 2 അഭിപ്രായം. കെ ആന്റണിക്ക് തന്നെ സ്വന്തം നിലയ്ക്ക് 85-ാം വയസ്സിൽ വന്നുകൊണ്ട് തൻ്റെ 21 വർഷം മുമ്പുള്ള കാലത്തുണ്ടായ കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചത് പ്രതിപക്ഷത്തിന് കൃത്യമായി കെ ആന്റണിക്കെതിരെ ഉയർന്നു വന്ന ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് എന്ന വിമർശനം കോൺഗ്രസിനുള്ളിലുണ്ട്. അതേസമയം നേതൃത്വത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് കെ ആന്റണി തന്നെ വന്നു പൊതുസമൂഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് കുറെ കൂടി ആധികാരികത വന്നു. അത് കോൺഗ്രസിന് ഗുണകരമായി എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വം എടുക്കുന്നത്. പുതുതായി ഒന്നും പറയാൻ സംസ്ഥാന സർക്കാരിന് ഇല്ലാതിരിക്കെ
പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഴയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് രാഗി മൂർച്ച കൂട്ടി വരുന്ന രീതിയാണുള്ളത് എന്നുകൂടി സ്ഥാപിക്കാൻ AK ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ കഴിഞ്ഞു എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് വിഭിന്നമായ നിലപാടുമുണ്ട് കോൺഗ്രസിൽ. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. രമേശ് ചെന്നിത്തലയുടെ വാചകങ്ങളിലൂടെ നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ല ശിവഗിരിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അടിയന്തര പ്രമേയ ചർച്ചകൾക്കിടയിൽ ആദ്യം നടത്തിയത്. അത് നടത്തിയത് ചന്ദ്രശേഖരൻ ആയിരുന്നു. അപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ഈ സഭയിൽ ഇല്ലാത്ത ആളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാൻ കഴിയുമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീക്കം ചെയ്ത കീഴ്വഴക്കം ഈ നിയമസഭയ്ക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും മുതിരാതെ മൗനം പാലിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ കോൺഗ്രസിലെ അംഗങ്ങൾ ചെയ്തത്, UDFിലെ അംഗങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്നും പ്രകോപിതനായി കൊണ്ട് തന്നെയാണ് പിറ്റേ ദിവസം AK ആന്റണി മറുപടി പറയാൻ വന്നത്. അതിന് AK ആന്റണി മറുപടി പറയുമ്പോൾ AK ആന്റണിയുടെ വാചകങ്ങളിൽ പോലും ആ ദുഃഖമുണ്ടായിരുന്നു. 21 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിലെ പ്രവർത്തനം താൻ അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയതാണ്. അതിനിടയിൽ ഈ 21 വർഷക്കാലത്തിനിടയിൽ പലരും പലതും പാടി നടന്നു. പക്ഷേ അത് അക്കാര്യത്തിൽ അങ്ങനെ പാടി നടക്കുമ്പോൾ പോലും ആരും മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല എന്ന ഒരു ദുഃഖത്തോടും വ്യസനത്തോടും കൂടിയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്.